ഓഗസ്റ്റ് 15 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തിട്ട് 5 വർഷമായി. ഇക്കാലം കൊണ്ട് അഫ്ഗാനിൽ സ്ത്രീകളുടെ ജീവിതം ഇരുളടഞ്ഞതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ലോകത്തെ സ്ത്രീകളുടെ അവകാശം ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെട്ട രാജ്യം അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. താലിബാൻ അധികാരമേറ്റതിനു ശേഷം 24 ലക്ഷത്തോളം പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. വിദ്യാഭ്യാസവും ജോലിയും നിഷേധിക്കപ്പെട്ട സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് മാസത്തിൽ 2 തവണ മാത്രം. അഫ്ഗാൻ സ്ത്രീകൾ മാനസിക തകർച്ചയിലെന്നും യുഎന്നിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. അറബ് ലോകത്തിന്റെ ആദ്യ ചാന്ദ്രദൗത്യമായ റാഷിദ് റോവർ UAE വിക്ഷേപിച്ചപ്പോൾ അതിനു പിന്നിൽ 3 വനിതകളുടെ വിജയത്തിളക്കമുണ്ടായിരുന്നു. ഇസ്ലാം മത വിശ്വാസികളുടെ പുണ്യഗേഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ സ്ത്രീകളെ പോർവിമാനങ്ങൾ പറത്താൻ പ്രോത്സാഹിപ്പിക്കുന്നത് അവിടുത്തെ ഭരണകൂടമാണ്. ആധുനിക കാലത്ത് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാൻ പദ്ധതികളും പ്രോത്സാഹനവും നൽകുമ്പോൾ 5 വർഷം കൊണ്ട് അഫ്ഗാനിസ്ഥാനെ സ്ത്രീ വിരുദ്ധതയുടെ തലസ്ഥാനമായി മാറ്റുകയാണ് താലിബാൻ ഭരണകൂടം. പൊതു ഇടങ്ങളിൽ നിന്ന് തന്നെ സ്ത്രീകളെ എന്നേക്കുമായി അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അതിനുവേണ്ടി ഇറക്കുന്ന ഓരോ ഉത്തരവുകളും രാജ്യാന്തര സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് താലിബാൻ ഭരണകൂടം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനമായ യുനെസ്കോ കഴിഞ്ഞ ചൊവ്വാഴ്ച വെളിപ്പെടുത്തിയത്. ഭൂരിഭാഗം സ്ത്രീകൾക്കും മാസത്തിൽ 1-2 തവണ മാത്രമേ വീടിന് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. ശരിയത്ത് നിയമത്തിൽ തീർത്ത തടവറയിലാണിവർ. സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ട് 100-ലധികം ഉത്തരവുകളാണ് താലിബാൻ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന് യുനെസ്കോയുടെ വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ ഹോഡ് ജബേരിയൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ട ലോകത്തെ ഒരേയൊരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാനെന്നും യുനെസ്കോ കുറ്റപ്പെടുത്തി. സ്ത്രീകളെയും പെൺകുട്ടികളെയും വിദ്യാഭ്യാസത്തിൽ നിന്നും ഒഴിവാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് വാർത്താസമ്മേളനത്തിൽ ഹോഡ ജബേരിയൻ ആരോപിച്ചു. വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് അത്യന്തം ഗൗരവമേറിയ വിഷയമാണ്. 5 വർഷം എന്നത് ഒരു കുട്ടിയുടെ പഠനത്തിലുണ്ടാകുന്ന താൽക്കാലിക തടസ്സമല്ല, മറിച്ച് ഒരു സെക്കൻഡറി സ്കൂൾ പഠന കാലയളവ് മുഴുവനായും നഷ്ടമാകുന്ന സ്ഥിതിയാണെന്നും അവർ കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസം എന്നത് ഓരോരുത്തരുടെയും അവകാശമാണെന്നും താലിബാൻ ഭരണകൂടം വിദ്യാഭ്യാസ അവസരം നിർബന്ധമായും നൽകണമെന്നും ഹോഡ ജബേരി പറഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത അവകാശമാണ് വിദ്യാഭ്യാസമെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സെക്കൻഡറി വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണത്തിൽ 2 ലക്ഷത്തിൻ്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ 2030ഓടെ ഈ കണക്ക് 4 ലക്ഷത്തോളം എത്തുമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട്. പുരുഷനും സ്ത്രീക്കും തുല്യ പദവി ലഭിച്ചിരുന്നത് ഈ വർഷം അഫ്ഗാനിസ്ഥാനിൽ റദ്ദാക്കപ്പെട്ടു. സ്ത്രീകൾക്കുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ നിയന്ത്രണങ്ങളെ തുടർന്ന് രാജ്യത്ത് ലിംഗവർണ്ണ വിവേചനം നടപ്പാക്കുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കുറ്റപ്പെടുത്തൽ. വിദ്യാഭ്യാസ വിലക്കുകൾ അഫ്ഗാനിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെയും മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്നും സ്ത്രീകളെ താലിബാൻ ഭരണകൂടം വിലക്കിയ നടപടി വിദ്യാഭ്യാസ സംവിധാനത്തെ ഗുരുതരമായി ബാധിച്ചതായി UN ചൂണ്ടിക്കാട്ടുന്നു. ഇത് യോഗ്യരായ അധ്യാപകരുടെ വലിയ കുറവിന് കാരണമായി. മാത്രവുമല്ല, വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത പുരുഷ അധ്യാപകരുടെ കീഴിൽ പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസ തലത്തിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. 2 ദശലക്ഷത്തിലധികം കുട്ടികൾ സ്കൂളിന് പുറത്താണ്. 10 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ 90%-നും ലളിതമായ ഒരു വാചകം പോലും വായിക്കാൻ കഴിയുന്നില്ല. ഇത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 37%-മായി താഴാൻ കാരണമായിട്ടുണ്ട്. അതേസമയം അഫ്ഗാൻ സംസ്കാരം അനുസരിച്ചും ശരിയത്ത് പ്രകാരവും വനിതാ അവകാശങ്ങളെ മാനിക്കുന്നുണ്ടെന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത്. എല്ലാത്തരം മാനുഷിക വിവേചനത്തിനും അടിച്ചമർത്തലിനും ഇടയിൽ ജീവിക്കുന്ന അഫ്ഗാൻ ജനതയെക്കുറിച്ച് തികച്ചും ആശങ്കയുണർത്തുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടത്. ലോകത്ത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കുകയും സ്വാതന്ത്ര്യമില്ലാതാക്കുകയും ചെയ്യുന്ന നടപടികൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും UN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്ക് മേൽ ചുമത്തുന്ന നിയന്ത്രണങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായി UN ഏജൻസി കണ്ടെത്തി. 10-ൽ 7 സ്ത്രീകളുടെയും മാനസികാരോഗ്യം
വളരെ മോശം വിഭാഗത്തിലാണ്. രാജ്യത്തെ 7% വനിതകൾ മാത്രമാണ് ജോലി ചെയ്യുന്നവർ. ഈ വർഷം നടപ്പിലാക്കിയ ഒരു നിയമമനുസരിച്ച് വിവാഹത്തിൽ പുരുഷന്മാർക്ക് അധികാരം ശക്തിപ്പെടുത്തുന്നു. ആ നിയമമനുസരിച്ച് സ്ത്രീകൾക്ക് വിവാഹമോചനം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു വർഷത്തിനിടെ 100 കണക്കിന് സ്ത്രീകളിൽ ടെലിഫോൺ വഴിയും അല്ലാതെയും നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2 പതിറ്റാണ്ട് കാലമായി സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് അഫ്ഗാൻ കൈവരിച്ച നേരിയ പുരോഗതി പോലും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് താലിബാൻ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ. 2001 മുതൽ 2021 വരെയുള്ള 2 പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ കൈവരിച്ച നേട്ടങ്ങളെ മുഴുവൻ താലിബാന്റെ നയം പിന്നാട്ടടിച്ചതായി യുനെസ്കോ വ്യക്തമാക്കുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നൽകണമെന്ന് UN മനുഷ്യാവകാശ സംഘടനകളും വിവിധ ഇസ്ലാമിക രാജ്യങ്ങളും താലിബാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും നിലപാടിൽ നിന്ന് പിന്മാറാൻ അവർ സന്നദ്ധരല്ല. ഇത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണെന്നാണ് താലിബാന്റെ വാദം. അതേസമയം നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും കമ്മ്യൂണിറ്റി അധിഷ്ഠിത സാക്ഷരതാ പരിപാടികളിലൂടെയും തൊഴിൽ പരിശീലന ക്ലാസുകളിലൂടെയും അഫ്ഗാനിലെ കുട്ടികൾക്ക് പഠന സൗകര്യമൊരുക്കാൻ യുനെസ്കോ ശ്രമിച്ചു വരുന്നുണ്ട്. 2021 ഓഗസ്റ്റ് 15-നാണ് US നാറ്റോ സേനകളുടെ പിന്മാറ്റത്തെ തുടർന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തത്. തുടർന്ന് 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചു. NGOകൾ, UN ഏജൻസികൾ, സർക്കാർ ഓഫീസുകൾ, ബ്യൂട്ടി പാർലറുകൾ തുടങ്ങിയിടങ്ങളിൽ സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നത് വിലക്കി. സ്ത്രീകളുടെ വരുമാനം നിലച്ചതോടെ കുടുംബങ്ങൾ കടുത്ത പട്ടിണിയിലായി. ഭക്ഷണത്തിനുള്ള പണത്തിനായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിൽക്കേണ്ടി വന്ന മാതാപിതാക്കളുടെ നിസ്സഹായാവസ്ഥ ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും അടുത്ത ബന്ധുവിനൊപ്പം അല്ലാതെ ദീർഘദൂര യാത്രകൾ ചെയ്യാൻ സ്ത്രീകളെ താലിബാൻ ഭരണ നേതൃത്വം അനുവദിച്ചില്ല. പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ കണ്ണുകളൊഴികെ ശരീരം മുഴുവൻ മറക്കുന്ന ബൂർഖയോ നിഖാബോ നിർബന്ധമാക്കി. അന്യപുരുഷന്മാരെ കാണാതിരിക്കാൻ അടുക്കളയുടെ ജനൽപ്പാളികൾ അടച്ചുറപ്പുള്ളതായിരിക്കണമെന്ന ഉത്തരവ് പോലും താലിബാൻ പുറപ്പെടുവിച്ചു. പാർക്കുകൾ, ജിമ്മുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. സംഗീതവും സിനിമയും നിരോധിച്ച താലിബാൻ ദൃശ്യമാധ്യമങ്ങളിൽ സ്ത്രീകൾ പരിപാടികൾ അവതരിപ്പിക്കാനും പാടില്ലെന്ന് അന്ത്യശാസനം പുറപ്പെടുവിച്ചു. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാനോ ഭരണകാര്യങ്ങളിൽ ഇടപെടാനോ ഉള്ള സ്ത്രീകളുടെ അവകാശവും നിഷേധിച്ചു. ഉത്തരവുകളെ സ്ത്രീകൾക്കുള്ള ഉപദേശമെന്നാണ് താലിബാൻ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. ഉപദേശം അംഗീകരിക്കാത്തവർക്കുള്ള ശിക്ഷയും താലിബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ താലിബാൻ ഭരണകൂടം തീർത്ത നിയന്ത്രണങ്ങളുടെ തടവറയ്ക്കുള്ളിലാക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ ജന്മങ്ങളെ. പുരുഷൻ അനുവദിക്കുന്ന അവകാശങ്ങൾക്കപ്പുറം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ വീടുകൾക്കുള്ളിലെ ഇത്തിരിവട്ടത്ത് തടവറയിലാക്കപ്പെട്ട അഫ്ഗാൻ സ്ത്രീകൾ ലോകത്തിൻ്റെ സഹതാപമായി മാറുകയാണ്.